നിങ്ങളുടെ കൈകളിൽ തരിപ്പോ കൈപ്പത്തിയിൽ വേദനയോ അനുഭവപ്പെടാറുണ്ടോ? പ്രഗ്നൻസിയിൽ കൂടുതലായും കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം? കൈവിരലുകളിലോട്ട് സപ്ലൈ ചെയ്യുന്ന മീഡിയൻ നെർവിന് റിസ്റ്റിലുള്ള കാർപ്പൽ ടണലിൽ വെച്ച് കംപ്രഷൻ ഉണ്ടാവുകയും അതുമൂലം നമ്മുടെ കൈവിരലുകളിൽ തരിപ്പും റിസ്റ്റിൽ വേദനയും ഉണ്ടാവുന്നതിനാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. പ്രഗ്നൻസിയിൽ ഇത് കൂടുതലായിട്ട് കാണാനുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡിന്റെ എമൗണ്ട് കൂടുന്നതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നീർക്കെട്ട് വരുന്നുണ്ട്. അതുപോലെ കൈപ്പത്തിയിലും നീർക്കെട്ട് വരുന്നതുകൊണ്ട് തന്നെ മീഡിയൻ നെർവിന് കംപ്രഷൻ ഉണ്ടാവുകയും അത് കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യും. കൈവിരലുകളിൽ അനുഭവപ്പെടുന്ന എല്ലാ തരിപ്പും കാർപ്പൽ ടണൽ സിൻഡ്രോം ആണോ? കാർപ്പൽ ടണൽ സിൻഡ്രോം എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ കൈയിലെ ആദ്യത്തെ 3 വിരലിലും മോതിരവിരലിന്റെ പകുതി ഭാഗത്തുമാണ് ഇതിന്റെ തരിപ്പ് അനുഭവപ്പെടുക. അതുകൂടാതെ റിസ്റ്റില് വേദനയും ഉണ്ടാവും. നമ്മൾ കൂടുതലായിട്ട് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്തും കൈപ്പത്തി റിപ്പീറ്റേറ്റീവ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്തും എല്ലാം ഈ തരിപ്പും വേദനയും അധികരിച്ച് കാണാറുണ്ട്. കാർപ്പൽ ടണൽ സിൻഡ്രോം ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ കൈപ്പത്തികൾ രണ്ടും ഇതുപോലെ ഹോൾഡ് ചെയ്യുക. 1 മിനിറ്റ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലോട്ടുള്ള വേദനയും തരിപ്പും കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കാർപ്പൽ ടണൽ സിൻഡ്രോം ആണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നെർവ് മൊബിലൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ്. നമ്മുടെ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്ത് നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന എക്സസൈസ് ആണ് റിസ്റ്റ് റൊട്ടേഷൻ. ഇതിനായിട്ട് നമ്മുടെ 2 കൈപ്പത്തികളും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അതുപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഒരു 10 തവണ റൊട്ടേറ്റ് ചെയ്യുക. എപ്പോഴും എല്ലാ എക്സസൈസുകളും വളരെ ജെന്റിലായിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക, ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്യുക. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെയിനും തരിപ്പും ചെറുതായിട്ട് അനുഭവപ്പെടാം. റെഗുലർ ആയിട്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഈ വേദന കുറച്ചു കൊണ്ടുവരാം. അടുത്തത് നെർവ് ഗ്ലൈഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് എക്സസൈസുകളാണ്. അതിനായിട്ട് ആദ്യം നമ്മുടെ കൈപ്പത്തി ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം നമ്മുടെ കൈവിരലുകൾ മാത്രം മടക്കുകയും നിവർത്തുകയും ചെയ്യുക. അടുത്തതാണ് ഇതുപോലെ കൈവിരലുകൾ പാതി മടക്ക് നിവർത്തുകയും ചെയ്യാം. അടുത്തത് നമ്മുടെ കൈവിരലുകൾ സ്ട്രെയിറ്റ് ആയി പിടിച്ചുകൊണ്ട് നക്കിൾസിന്റെ അവിടെ നിന്ന് ഇതുപോലെ മടക്കുകയും നിവർത്തുകയും ചെയ്യാം. ഈ എല്ലാ എക്സസൈസുകളും 10 തവണ റിപ്പീറ്റ് ചെയ്യും. അടുത്ത എക്സസൈസ് ആണ് കാർപ്പൽ ടണൽ സ്ട്രെച്ചിങ്. നമ്മുടെ കൈപ്പത്തി ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ തള്ളവിരലിന്റെ ബേസിലായിട്ട് കൈവിരലുകൾ ഇതുപോലെ പിടിക്കുക. എന്നിട്ട് പതുക്കെ തള്ളവിരൽ ഇങ്ങനെ പുറകോട്ട് പുള്ള് ചെയ്യുക. ഇതൊരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. അതിനുശേഷം പതുക്കെ റിലീസ് ചെയ്യുക. നമുക്ക് പുള്ള് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വേദന അനുഭവപ്പെടാം. ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള വേദനയിൽ നമ്മൾ ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം റിലീസ് ചെയ്യാം. ഈ എക്സസൈസ് ഒരു 4 to 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. എക്സസൈസുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പെയിൻ അനുഭവപ്പെടുകയാണെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് റിസ്റ്റിൽ ഐസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി. ബൈ.